ഹലോ 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 മൈക്ക് ചെക്കിംഗ് ഹലോ. നമ്മുടെ സ്റ്റുഡിയോയുടെ മൈക്കിന് എന്ത് കുഴപ്പമുണ്ടാകാൻ അർസ്ല, നീ ഒന്ന് സ്റ്റാർട്ട് ചെയ്യ്. ഇറ്റ്സ് മീ ആർജി റിസ്ല ആൻഡ് ദിസ് ഈസ് ആർജി അബ്നാവ്. യു ആർ ലിസ്ണിംഗ് ടു ഐസിടി തരംഗ് FM സ്റ്റേഷൻ. ഒന്നിച്ചിരിക്കാം, ഓർത്ത് വയ്ക്കാം. റിസ്ല, നീ നമ്മുടെ സ്കൂൾ ലൈഫൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടോ? പിന്നല്ലാതെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോ എന്തോരം കറികളായിരുന്നു. എല്ലാവരുടെ അടുത്തുനിന്നും പലതരം കറികൾ കൂട്ടി ഫുഡ് കഴിക്കായിരുന്നു. ശരിയാ, എന്ത് രസമായിരുന്നു നമ്മൾ ഒന്നിച്ച് കളിച്ചതും ഒന്നിച്ച് പഠിച്ചതും ഒക്കെ ഇപ്പൊ ഓർത്തിട്ട് കൊതിയാവുക. അതെ. അബി, പണ്ടൊക്കെ സ്കൂളിൽ അവധി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു. ഇപ്പൊ സ്കൂളൊന്ന് തുറന്നു കിട്ടിയാ മതി. അതെ റിസ്ല, നമ്മളിപ്പോ സ്കൂൾ ലൈഫ് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. റിസ്ല, നീ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോഴേ നിന്റെ ഈ ഫേവറേറ്റ് സബ്ജക്ട് ഏതാണ്? ഫിസിക്സ്. ഫിസിക്സോ? അതെന്താ നിനക്ക് ഫിസിക്സിനോട് ഇത്ര ഇഷ്ടം? അതിന് കാരണം എന്റെ ഡ്രീമാണ്. എന്റെ ഡ്രീമും ഫിസിക്സുമായി വലിയൊരു ബന്ധമുണ്ട്. ഡ്രീമോ? അതെന്താ? എനിക്ക് ഭാവിയിൽ വലിയൊരു ഫിസിക്സ് സയന്റിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം. അപ്പൊ ഭാവിയിലെ ഒരു ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാ? എനിക്ക് സയൻസിനോടാ റിസ്ല താല്പര്യം. അതെന്താ, നിന്റെ ഡ്രീമും എന്നെ പോലെ തന്നെയാണോ? സയന്റിസ്റ്റ് ആവണമെന്നൊന്നല്ല, എനിക്ക് മെഡിക്കൽ ഫീൽഡാണ് കൂടുതൽ താല്പര്യം. ആണോ? റിസ്ല, നീ സയന്റിസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. നിനക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അറിയാമോ? പിന്നെ എങ്കിൽ പറ, ആരാ അത്? അതൊക്കെ എനിക്കറിയാം, നീ അതിനെ കുറിച്ച് ചോദിക്കുകയൊന്നും വേണ്ട. സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു വേൾഡ് ഫേമസ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ജനുവരി 8. അത് മാത്രമല്ല, നിനക്ക് ഗലീലിയനെ അറിയില്ലേ? അതെനിക്കറിയാം. ഗലീലിയോയുടെ ഫ്യൂണറൽ ഡേ കൂടിയാണ് ജനുവരി 8. അബി, അത് മാത്രല്ല, NRI ഡേ കൂടിയാണ്. അതിന് NRI ഡേ നാളെയല്ലേ? പിന്നെ നീ എന്തിനാ അത് ഇന്ന് പറഞ്ഞത്? ഞാൻ ചമ്മീലോ. അല്ല, നാളെ നമുക്ക് റേഡിയോ ഇല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അത് ശരിയാ. പണ്ടൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോ നമുക്ക് എന്ത് സന്തോഷായിരുന്നല്ലേ? അതെ, അതിനകത്ത് എന്തോരം ചോക്ലേറ്റ്സും ടോയ്സും ആയിരിക്കും. പക്ഷെ റിസ്ല, അങ്ങനെയാണോ ഇപ്പോ? ആരെങ്കിലും ഗൾഫിൽ നിന്നൊക്കെ വരുമെന്നറിയുമ്പോ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ശരിയാ, എല്ലാവരും പേടിച്ച് ഓടി ഒളിക്കുക. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ അബി, കൊറോണയല്ലേ, അത് നമുക്കും വരില്ലേ? ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് റിസ്ല. നമ്മൾ കൊറോണയെന്ന് പേടിച്ച് അവരെ മാറ്റി നിർത്താതെ നമ്മൾ ജാഗ്രതയോടെ ജീവിക്കുകയാണ് വേണ്ടത്. റിസ്ല, നമ്മുടെ 10ാം ക്ലാസ്സുകാർക്ക് എന്ത് ഭാഗ്യല്ലേ, അവരുടെ ക്ലാസ് ഒക്കെ തുടങ്ങിയില്ലേ? പക്ഷേ അബി, ഇപ്പോഴും അവർക്ക് പൂർണ്ണ സന്തോഷമൊന്നും ആയിട്ടില്ല. അവർക്ക് എന്തോരം കാര്യങ്ങൾ മിസ്സായി. അവരെ ക്ലാസ് ടൂറും അവരെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതും എല്ലാവർക്കും മിസ്സായില്ലേ? ശരിയാ, 10th എന്ന് പറയുമ്പോഴേ ഒരു നൊസ്റ്റാൾജിയ. ഈ വർഷം അവരെല്ലാരും മൊബൈലിന്റെ മുമ്പിലല്ലായിരുന്നോ? ശരിയാ അബി. പക്ഷേ ഇപ്പൊ 10ാം ക്ലാസ്സുകാരൊക്കെ വന്നിരിക്കുന്നത് രസിക്കാനൊന്നുമല്ല. അവരുടെ എക്സാമിങ് അടുത്തില്ലേ, അതിനുവേണ്ടി പഠിക്കാനാണ്. SSLC +2 ക്ലാസ്സിലെ കുട്ടികൾക്ക് റിവിഷൻ നടത്തേണ്ട പാഠഭാഗങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ പാഠഭാഗങ്ങൾ ആസ്പദമാക്കിയാണ് പരീക്ഷ നടത്തുന്നത്. 100 മാർക്കിന് 150 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ഇഷ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ എളുപ്പമാകും. ഈ 10th കാര്യമൊക്കെ പറഞ്ഞപ്പോ എല്ലാവരും ടെൻസ്ഡ് ആയില്ലേ? അപ്പോ ഇതിൽ നിന്ന് റിലീഫ് കിട്ടാൻ നമുക്കൊരു പാട്ട് കേട്ടാലോ? ആരാ അബി പാട്ട് പാടുന്നേ? നിനക്ക് നമ്മുടെ വൈഷ്ണവനെ ഓർമ്മയുണ്ടോ? വൈഷ്ണവ് നമ്മുടെ 3Cയിലെ അനുബിസിന്റെ ക്ലാസ്സിലെയാണോ? അതെ, വൈഷ്ണവ് നമുക്ക് വേണ്ടി ഇപ്പൊ ഒരു നാടൻ പാട്ട് പാടിത്തരും. യു ആർ ലിസ്ണിംഗ് ടു ഐസിടി തരംഗ് FM സ്റ്റേഷൻ. ഒന്നിച്ചിരിക്കാം, ഓർത്തു വയ്ക്കാം. ോളം തരി പൊന്നന്തിനാതനി തഞ്ചാവൂര് വട്ടന്തിന തങ്കം തെളിയണ വട്ടു തിളങ്ങണ ചന്തം നിനക്കാടി കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ടേ നടപ്പാടി പണ്ടുപോലെ പറക്കാടി കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും ആരാരും കണ്ണുവെച്ചു പോകും കന്നിക്കതിരാണേ കള്ളിമുള്ളുപോലെ മുള്ളുകളല്ലേലും മാളോരെ കള്ളിയവളുടെ നുള്ളൊരു മുള്ളാണേ എള്ളോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂര് പട്ടന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടി
കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ടേ നടപ്പാടി പണ്ടുപോലെ പറക്കാടി. വെള്ളാരങ്ങളിൽ മുത്തമിടും തെളിനീരാഴത്തിലെ മീനത്തോടാം ആറ്റിങ്കരയിലെ അറ്റക്കിളിത്തുവൽ തൊപ്പി നിനക്കാടി. ഉപ്പു ചതച്ചിട്ട് മാങ്ങ ചൂനച്ചേ ചുണ്ടും രണ്ടും ചുവന്നോളെ അനുരാഗം കാടഞ്ഞോളെ വെള്ളിപ്പാദസരം കാലിലതില്ലേലും കിന്നാരം ചൊല്ലും കിളികളിൻ വെള്ളി വെളിച്ചാണേ. മുല്ലകറുപ്പുത്ത വെള്ളിപ്പടർപ്പാണോ കർക്കൂന്തൽ എണ്ണമിനുക്കിയ ഞാവൽ കറുപ്പാണേ. എള്ളോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂര് പട്ടത്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടി. കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ടേ നടപ്പാടി പണ്ടുപോലെ പറക്കാടി. You are listening to ICT Tarang FM station. ഒന്നിച്ചിരിക്കാം, ഓർത്തു വയ്ക്കാം. അബി, എന്ത് രസമായിരുന്നല്ലേ നമ്മുടെ സ്കൂൾ ഡേയ്സ് ഒക്കെ. നീ ഇതുവരെ ആ ടോപ്പിക്കിൽ നിന്ന് വിട്ടില്ലേ റിസ്ല? നീ നമ്മുടെ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വാ. സോറി അബി, ഞാൻ ഇപ്പോഴും ആ ചിന്തയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു പോയതാ. അബി, ആ പാട്ട് പാടിയത് അടിപൊളിയായിരുന്നല്ലേ? അതെ, എന്ത് രസമായിരുന്നു വൈഷ്ണവിന്റെ പാട്ട്. അതെ അതെ. ഇനി എന്താ അബി നമ്മുടെ അടുത്ത പരിപാടി? നീ ഇന്നും ടോക്ക് വിത്ത് തരങ്ങിന്റെ കാര്യം മറന്നുപോയല്ലേ റിസ്ല? ഷേ, ഞാൻ എപ്പോഴും അത് മറന്നുപോകും. ഫസ്റ്റ് നീ അതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. അതിന്റെ ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ പറയാം. ജോണിയുടെ അച്ഛന് 5 മക്കൾ ഉണ്ടായിരുന്നു. ലിജോ, സിജോ, ജിജോ, പിന്നെ ബിജോ. എങ്കിൽ 5ാമത്തെ കുട്ടിയുടെ പേരെന്താ? ആൻസറും നീ തന്നെ അങ്ങ് പറഞ്ഞോ റിസ്ല. ജോണിയുടെ അച്ഛനല്ലേ? അപ്പോ ആൻസർ എന്ത് സിമ്പിളാ, ജോണി തന്നെയല്ലേ? ഈ പ്രാവശ്യം നമ്മുടെ ടോക്ക് വിത്ത് തരങ്ങിന്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ അംഹർ സാറാണ്. എങ്കിൽ നമുക്ക് വിന്നേഴ്സിനെ നോക്കിയാലോ? Hi, I am Ismat Hasifa from UKG. ICT തരങ്ങിന്റെ ഈ ആഴ്ചത്തെ ഒരു വിന്നർ ഞാനാണ്. ഇതുപോലെ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളാവുക. ICT തരങ്ങിന്റെ ഭാഗമാവാൻ മറക്കല്ലേ. ICT തരംഗം FM സ്റ്റേഷൻ ഒന്ന് ചിരിക്കുക, ഓട്ടോ വയ്ക്കാം. I am Amina Shamim, studying in class 5B, ICT English Medium School. ICT Tarang FM Station കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു മത്സരം നടത്തിയിരുന്നില്ലേ? അതിൽ ടോക്ക് വിത്ത് തരംഗിലെ ഒരു വിജയി ഞാനാണ്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായി ICT തരംഗ് FM സ്റ്റേഷന്റെ ഭാഗമാകില്ലേ? മറക്കല്ലേ. ICT തരംഗ് FM സ്റ്റേഷൻ. ഒന്നിച്ചിരിക്കാം, ഓർത്തു വെക്കാം. ഇതുപോലെ നിങ്ങൾക്കും ICT തരങ്ങിന്റെ ഭാഗമാകണോ? നിങ്ങൾ ചെയ്യേണ്ടത് ടോക്ക് വിത്ത് തരങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. സ്റ്റേ ട്യൂൺ ടു ICT തരംഗ് FM സ്റ്റേഷൻ. ഒന്നിച്ചിരിക്കാം, ഓർത്തു വയ്ക്കാം. പിന്നെ ഫ്രണ്ട്സ്, എന്റെയും റിസ്ലയുടെയും ഫേവറേറ്റ് സബ്ജക്ട് സയൻസ് ആണെന്ന് പറഞ്ഞു. അതിനുള്ള കാരണവും ഞങ്ങൾ പറഞ്ഞു. അപ്പോ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാണ്? ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടായ ICT.തരങ്ങിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റും അതിനുള്ള കാരണവും എഴുതി അറിയിക്കൂ. ഏറ്റവും നല്ല റിവ്യൂസ് ഞങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ വായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ICT.തരംഗ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണേ. അതിന്റെ ലിങ്ക് നമ്മുടെ റേഡിയോയുടെ താഴെ ഇടുന്നതായിരിക്കും. അപ്പോ പേര് മറക്കണ്ട, ICT.തരംഗ്. നിങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലേ? അഡ്മിഷൻ എടുക്കുവാനായി ഞങ്ങളുടെ സ്കൂൾ ഓഫീസുമായി കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9847684958. മറക്കരുത്, 9847684958. It's me, RJ Abhinav. And this is RJ Oresla. Signing off from ICT Tarang FM station. ഒന്നിച്ചിരിക്കാം, ഓർത്തു വയ്ക്കാം.